ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ തിരുവനന്തപുരത്തെ ഒരു വനിതാ നേതാവ് കൂടി കോൺഗ്രസ് വിട്ട് ബിജെപിയിലേക്ക്. 2011 ആറ്റിങ്ങൽ നിയമസഭാ മണ്ഡലത്തിൽ UDF സ്ഥാനാർത്ഥിയായിരുന്ന തങ്കമണി ദിവാകരനാണ് കോൺഗ്രസ് വിട്ടത്. ഇതിനിടെ തെരഞ്ഞെടുപ്പ് ചുമതലകൾ നൽകിയില്ല എന്നാരോപിച്ച് KPCC എക്സിക്യൂട്ടീവ് അംഗം T. ശരത്ചന്ദ്ര പ്രസാദ് പാർട്ടി നേതൃത്വത്തിന് രാജിക്കത്ത് നൽകി. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിനു പിന്നാലെ തലസ്ഥാനത്ത് കോൺഗ്രസിന്റെ താഴെത്തട്ടിലുള്ള നിരവധി പേരെയാണ് BJP അടർത്തിയെടുത്തത്. ഏറ്റവും ഒടുവിൽ AICC അംഗവും മഹിളാ കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റി അംഗവുമായ തങ്കമണി ദിവാകരനാണ് കോൺഗ്രസിന്റെ കൈപ്പിടിയിൽ നിന്ന് വഴുതി മാറിയിരിക്കുന്നത്. 2011 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആറ്റിങ്ങൽ മണ്ഡലത്തിൽ UDF സ്ഥാനാർത്ഥിയായിരുന്നു തങ്കമണി ദിവാകരൻ. കോൺഗ്രസ് ബന്ധം അറുത്തുമാറ്റാൻ തങ്കമണി ചൂണ്ടിക്കാട്ടുന്ന കാരണങ്ങളിതാണ്. എനിക്ക് പല രീതിയിലുള്ള അവഹേളനം, അതേപോലെ തന്നെ പാർട്ടിയിൽ ഒരു സ്ത്രീകൾക്ക് നേരെ ഒരു ബഹുമാനക്കുറവും അനുഭവപ്പെട്ടു തുടങ്ങി. അതിനാലാണ് ഞാൻ ഈ പാർട്ടി വിടാൻ തീരുമാനിച്ചിരിക്കുന്നത്. എന്നാൽ നാളുകളായി തങ്കമണി ദിവാകരൻ പാർട്ടി പ്രവർത്തനങ്ങളിൽ നിന്ന് മാറി നിൽക്കുകയാണെന്ന് കോൺഗ്രസ് ജില്ലാ നേതൃത്വം വ്യക്തമാക്കി. അതിനിടെ ജില്ലയിലെ മുതിർന്ന നേതാവും KPCC നിർവാഹക സമിതി അംഗവുമായ T. ശരത്ചന്ദ്ര പ്രസാദ് നേതൃത്വത്തിന് രാജിക്കത്ത് കൈമാറി. തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുടെ ചുമതല നൽകിയില്ലെന്ന് ആരോപിച്ചാണ് പ്രചരണ കമ്മിറ്റി ചെയർമാൻ രമേശ് ചെന്നിത്തലയ്ക്ക് രാജിക്കത്ത് നൽകിയത്. പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് രാജിവെക്കുന്നുവെന്നാണ് കത്തിൽ പറയുന്നത്. എന്നാൽ ശരത്ചന്ദ്ര പ്രസാദിന്റെ രാജിക്കത്ത് അംഗീകരിക്കില്ലെന്നും പ്രശ്നങ്ങൾ പരിഹരിക്കുമെന്നുമാണ് നേതൃത്വം വിശദീകരിക്കുന്നത്. പരസ്യ പ്രതികരണത്തിന് ശരത്ചന്ദ്ര പ്രസാദും തയ്യാറായിട്ടില്ല. സമ്മർദ്ദതന്ത്രം മാത്രമായിട്ടാണ് ശരത്ചന്ദ്ര പ്രസാദിന്റെ നീക്കത്തെ നേതൃത്വം കാണുന്നത്. റിപ്പോർട്ടർ, തിരുവനന്തപുരം.